ഞാനൊന്ന് ഇടപെടട്ടെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരം ശരദ് യാദവിന്റെ പരസ്യമായ ഒരു ആഹ്വാനമാണ്. ബി.ജെ.പിക്കെതിരെ മതേതര കക്ഷികൾ ബീഹാറിൽ ഒന്നിക്കണം, ആർ.ജെ.ഡിയുമായി ഉള്ള രാഷ്ട്രീയ ശത്രുത മറക്കാൻ തയ്യാറാണ്, ചർച്ചകളിലൂടെ അത് പരിഹരിക്കാൻ തയ്യാറാണ് എന്നതാണ്. ഈ ആഹ്വാനത്തെ പോസിറ്റീവായി ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ലേ? അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം ബീഹാറിൽ രൂപപ്പെടുകയല്ലേ? പുതുതായി വന്ന നിർദ്ദേശമാണോ? അതെ, ഇപ്പോൾ വന്ന വിവരമാണ്. ഇപ്പൊ ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിന് വന്ന നിർദ്ദേശമാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം അതിന് അംഗീകരിക്കണമെന്ന് മാത്രമല്ല, അത്തരമൊരു നീക്കത്തിന് മുൻകൈയെടുക്കണമെന്ന് തന്നെയാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. ആ അഭിപ്രായം ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് അറിയുന്നത്. ഞാൻ ഇത്രയും നേരം ഫീൽഡിലായിരുന്നു, എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അത് KPCCയുടെ അനുവാദത്തോടുകൂടി AICCക്ക് ഈ അഭിപ്രായത്തെ എത്തിക്കുന്നതിനുള്ള ശ്രമവും ഞാൻ നടത്തും. ഞാൻ തിരിച്ചു വരാം. ശ്രീ NP ചെക്കുട്ടി, 243 അംഗ നിയമസഭയിൽ 116 സീറ്റുകളാണ് JDUവിനുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 122 വേണം. അതിൽ 4 എണ്ണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട്, മറ്റ് 2 സ്വതന്ത്രരാണ്. BJP മോഡി തരംഗം ബീഹാറിൽ തൂത്തുവാരിയ സാഹചര്യത്തിൽ സ്വന്തം പാളയത്തിൽ നിന്ന് MLAമാർ BJPയിലേക്ക് പോകും എന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞ് നിതീഷ് കുമാർ സ്വീകരിച്ച അടവ് നയമല്ലേ ഈ രാജി? അതല്ലാതെ അദ്ദേഹം പറയുന്നത് പോലെ ഈ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്ന ഒരു പൊളിറ്റീഷ്യനാണോ നിതീഷ് കുമാർ? ധാർമ്മിക ഉത്തരവാദിത്വം ആണ് അദ്ദേഹം ഏറ്റെടുത്തതെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ധാർമ്മികമായ അദ്ദേഹം ഉത്തരവാദിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മിസ്കാൽക്കുലേഷൻസ് ആണ് ഇന്ന് അത്തരത്തിലുള്ള ഒരു പരിതസ്ഥിതിയിലേക്ക് അവരെത്തിച്ചത്. അവർ ഒറ്റപ്പെട്ടു പോയൊരു സാഹചര്യം ഉണ്ടാക്കിയത്. അതിൽ അതൊരു തർക്കമില്ല. ലാലുവായിട്ടുള്ള തർക്കങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവരൊരു പൊളിറ്റിക്കൽ ഫോഴ്സ് എന്നുള്ളതിലേക്ക് ഇങ്ങനെ വിഭജിക്കേണ്ടത് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴുള്ള അവസ്ഥയിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഞാൻ മനസ്സിലാക്കി ശരിയാണെങ്കിൽ, ഒന്ന് ശരത് യാദവും നിതീഷും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആ പാർട്ടിക്കകത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ആര് മുന്നോട്ട് വരണം, ആര് നേതൃത്വം വഹിക്കണം എന്ന കാര്യത്തിൽ എല്ലായ്പ്പോഴും ഒരു തരത്തിലൊരു ഫ്രിക്ഷൻ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഞാനൊന്ന് ഇടപെട്ട്, കുർമി വിഭാഗത്തെയാണ് നിതീഷ് കുമാർ കണ്ണുവെക്കുന്നത്. യാദവ വിഭാഗം കൂടുതലും ലാലു പ്രസാദ് യാദവിനൊപ്പം. അതുകൊണ്ട് ശരദ് യാദവിനെ കൂടുതലായി കൺസിഡർ ചെയ്യേണ്ട ഒരു ആവശ്യവും പൊളിറ്റിക്കലി അങ്ങനെ ഇല്ലെങ്കിൽ പോലും ശരത് യാദവിനോടുള്ള ഒരു മത്സരവും കൂടി യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ പാർട്ടിയുടെ കേരളത്തിലൊക്കെയുള്ള ആളുകൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊരു എത്രത്തോളം ഒരു രാഷ്ട്രീയമായിട്ട് തീരുമാനമെടുക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചിരിക്കുന്നത് അറിയില്ല. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു വിഷയമുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രധാനം, ഇപ്പം നിർഭാഗ്യവശാൽ നിതീഷിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് കൂടെ ആളില്ലാത്തൊരവസ്ഥ വന്നു, സഖ്യകക്ഷികളില്ലാത്ത അവസ്ഥ വന്നു. മാത്രവുമല്ല, സ്വന്തം പാർട്ടിക്കകത്ത് ഒരു വലിയ വിഭാഗത്തെ BJP അടർത്തിക്കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ അതൊരു വസ്തുത. അത് BJPയുടെ നേതാവ് തന്നെ സുശീൽ കുമാർ മോഡി തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നതാണ്. അവരിൽ ഏതാണ്ട് 50ഓളം പേര് BJPയിലേക്ക് വരികയാണെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിവൃത്തിയില്ല. അസംബ്ലി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം താഴെ വീഴും, മറ്റ് സഖ്യകക്ഷികളില്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ സർക്കാർ വരുന്നില്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകും. രണ്ടിലൊന്ന് സംഭവിക്കും. അപ്പോൾ ഏതായാലും രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് റീബിൽഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 1-2 വർഷത്തിനകം BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ എടുക്കുന്ന നിലപാടുകൾ ഒരു പക്ഷേ BJP സ്വീകരിക്കാമോ? ഏതാണ്ട് ഏകകക്ഷി ഭരണമെന്ന നിലയിൽ 2-3 കാര്യങ്ങൾ സംഭവിക്കും. കശ്മീരിൻ്റെ കാര്യത്തിൽ, സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ, അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ BJP കൂടുതൽ കർശനമായ നിലപാടെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പുതിയ തരത്തിലുള്ള ചില പൊളിറ്റിക്കൽ റീഅലൈൻമെൻറ്റിനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ അതായിരിക്കണം കോൺഗ്രസുമായിട്ടും ലാലുവുമായിട്ടും ഒക്കെ ചേർന്നുകൊണ്ടുള്ള വിശാലമായ ഐക്യത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ ദേശീയ തലത്തിലുള്ള ആലോചനകൾ നടക്കുന്നതിന്. ജോർജ് കുര്യൻ, ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം നിതീഷ് കുമാറിന് ശ്രീ ചെക്കുട്ടി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണം വീഴും. താങ്കളോടൊപ്പം BJPക്കൊപ്പം നിൽക്കുന്ന നേതാവ്, ലോക് ജനശക്തിയുടെ നേതാവ്, LJPയുടെ നേതാവ് രാംവിലാസ് പാസ്വാൻ തന്നെ പറഞ്ഞു 2-3 മാസത്തിനകം വീഴുന്നൊരു സർക്കാരാണ് നിതീഷ് കുമാറിൻ്റെത്. അതായത് BJPയിലേക്ക് വരാൻ MLAമാർ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന കണക്കുകൂട്ടൽ നേരത്തെ തന്നെയുണ്ട്. പക്ഷേ ഇപ്പോൾ നിതീഷ് കുമാർ നടത്തുന്ന നീക്കം, അദ്ദേഹം രാജിവെക്കുന്നു, അദ്ദേഹത്തിൻ്റെ ആഹ്വാനം വരുന്നു. ശരദ് യാദവ് പറയുന്നു മതേതര കക്ഷികൾ ഒന്നിച്ചു നിൽക്കണം, BJPക്കെതിരെ കോൺഗ്രസ് ഒപ്പം ഉണ്ടാകണം, RJDയുമായുള്ള രാഷ്ട്രീയ ശത്രുത മറക്കാൻ തയ്യാറാണ് എന്ന്. ഇവിടെ ശ്രീ ചേക്കുട്ടി പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ BJP നിർണായക വിഷയങ്ങളിൽ, അതായത് നിങ്ങൾ ഉന്നം വെച്ചിരുന്ന യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി പോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്, അത് സ്വാഭാവികമായും ഒരു റീഅലൈൻമെൻറ്റിനുള്ള അവസ്ഥ ബീഹാറിൽ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ
ഈ പറയുന്ന നീക്കം വളരെ ശ്രദ്ധയോടെ കരുതലോടുകൂടി ഉണ്ടാകാൻ പോകുന്ന ഒന്നാണ്. അതായത് നവംബറിൽ അല്ലെങ്കിൽ അതിനു മുൻപ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപക്ഷെ അവർക്ക് അനുകൂലമായ ഒരു വേവ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന തരത്തിലേക്ക് ഇത് മാറിയേക്കാം. BJPക്ക് കുറെ കൂടി ശ്രദ്ധയോടെ നീങ്ങണം എന്ന മുന്നറിയിപ്പ് തരുന്നതല്ലേ ഈ നീക്കങ്ങൾ? ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ അടുത്ത ഏതാനും പതിറ്റാണ്ടുകളിലേക്കെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒറ്റകക്ഷി ഭരണം ഉണ്ടാവില്ല എന്ന പ്രവചനം നടത്തിയ രാഷ്ട്രീയ വിദഗ്ധർക്ക് പറ്റിയൊരു തെറ്റാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കരുതിയിരിക്കേണ്ട ഒരു കാര്യം, BJPക്കെതിരായിട്ടുള്ള ശക്തികൾ ഒന്നാകാനുള്ള സാധ്യതയുണ്ട്. അത് സിമ്പിൾ പൊളിറ്റിക്സാണ്. കാരണം ബീഹാറിൽ ഈ പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ BJPക്ക് 31% ലോക്സഭാ ഇലക്ഷന് കിട്ടിയത്. ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്ക് 20% കിട്ടിയത്. നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് 15% കിട്ടി. അതുപോലെ കോൺഗ്രസ്സിന് 8% കിട്ടി. രാംവിലാസ് പാസ്വാന് ഏതാണ്ട് 7% കിട്ടി. അതുപോലെ BJPയുടെ കൂടെയുള്ള ഒരു സമതാ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ ലോക് ജന സമതാ പാർട്ടി എന്ന് പറയുന്ന RLSP ഒരു പാർട്ടിക്ക് അവർ 3 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് 3% വോട്ട്. അപ്പോൾ 40% BJP സഖ്യത്തിനും 41% BJP സഖ്യത്തിന് വേണ്ട 42-43% കോൺഗ്രസ്, മറ്റേ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി, അതുപോലെ നിതീഷ് കുമാറിന് കിട്ടിയിട്ടുണ്ട്. അതൊന്നാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതല്ല, ഈ നിതീഷ് കുമാറിനെ അടുത്തറിയാവുന്ന സഖ്യത്തിലുണ്ടായിരുന്ന കക്ഷി എന്ന രീതിയിൽ നിതീഷ് കുമാർ ഇപ്പോൾ ഉന്നം വയ്ക്കുന്നത് ഇതിനേക്കാൾ അപ്പുറത്താണ്. കാരണം കോൺഗ്രസ് ഏതാണ്ട് വളരെ പിന്നോട്ട് പോയിരിക്കുന്നു. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJPക്കെതിരെ ഒരു ശക്തനായിട്ടുള്ള നേതാവ് എന്നുള്ളൊരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാനും ബീഹാറിൽ സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു സിമ്പതി ഉണ്ടാക്കാനും ഒരുപക്ഷെ ഒരു നാടകമായിട്ട് മാറ്റാവുന്ന ഒരു രാജി. നാളെ അദ്ദേഹം ഇനി പിൻവലിക്കുമോ എന്നറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറയ്ക്കാൻ വേണ്ടി BJPക്കെതിരെ അദ്ദേഹം ആദ്യം തൊട്ട് തന്നെ ലക്ഷ്യം വെക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ അഖിലേന്ത്യാ തലത്തിൽ ഒരു ശബ്ദമായിട്ട് നിതീഷ് കുമാർ മാറിയിട്ട് ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് വന്നിരിക്കുന്ന 1ാം സ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാർ വരുന്ന, അതായത് നിതീഷ് കുമാറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നിതീഷ് കുമാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അവർക്കതായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവരൊക്കെ തന്നെ കൂടിയാലും ഇപ്പോഴും ഈ ശതമാനങ്ങൾ ഏതാണ്ട് തുല്യമായിട്ട് നിൽക്കുകയാണ്. കോൺഗ്രസും അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും കൂടെ കൂടിയാലും BJPയുടെ ഉള്ള മുന്നണിയും കൂടെ കൂടിയാൽ 41-42 എന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള മത്സരമായിരിക്കും. തീർച്ചയായിട്ടും ബീഹാറിൽ ചെയ്യാൻ പറ്റുന്നത് അസംബ്ലി പിരിച്ചുവിട്ടിട്ട് ഇലക്ഷന് പോവുക എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന അവസരത്തിൽ നിതീഷ് കുമാറിനുണ്ടാകുന്നൊരു നേട്ടം, ഈ അടുത്ത കാലത്ത് ബീഹാറിലെ ഒരു കഴിവ് തെളിയിച്ച മുഖ്യമന്ത്രി BJPയുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ തന്നെ എന്നുള്ള രീതിയിൽ താരതമ്യം ചെയ്യുക. ലാലു പ്രസാദ് യാദവിനെതിരെ കേസുള്ളതുകൊണ്ട് രാബ്രി ദേവിയെയും അതുപോലെ BJPയുടെ സുശീൽ കുമാർ മോഡിയെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം കൂടി നിതീഷ് കുമാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ തന്നെ BJPയുടെ മുന്നേറ്റം അവിടെ തടയാൻ സാധിക്കില്ല. ആ രീതിയിലേക്ക് BJP വളർന്നു പോയി. ഇപ്പം മുസ്ലിം വോട്ടിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. പല മണ്ഡലങ്ങളും, ഞാൻ മണ്ഡലങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ല, അവിടെയെല്ലാം മുസ്ലിം വോട്ട് BJPക്കാണ് കിട്ടിയിരിക്കുന്നത്. അത് UPയിലും അതെ, പല മണ്ഡലങ്ങളിലും 30-40% മുസ്ലിംസൊക്കെ ഉള്ള മണ്ഡലങ്ങളിൽ ആ പ്രദേശങ്ങളിലെല്ലാം വോട്ട് കൂടുതൽ കിട്ടിയിരിക്കുന്ന ഭാരതീയ ജനതാ ശ്രീ സുരേഷ് ബാബു, ഉത്തർപ്രദേശിൽ BJPയുടെ വരവിനെ, മുന്നേറ്റത്തെ തടയിടാൻ പ്രതീക്ഷിച്ചിരുന്നത് BSPയെയാണ്. പക്ഷേ ഒരൊറ്റ സീറ്റ് പോലും കിട്ടാതെ BSP താറുമാറാകുന്നതാണ് നമ്മൾ കണ്ടത്. ബീഹാറിൽ ആ ദൗത്യം ഏറ്റെടുക്കും എന്ന് കരുതിയത് ഇത്തവണ ഒരു രാഷ്ട്രീയ തിരിച്ചുവരവിന് ഒരുങ്ങിയിരുന്ന, അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന RJDയിൽ നിന്നാണ്. അതും വേണ്ട രീതിയിൽ ഫലമുണ്ടാക്കിയില്ല. ഇപ്പോൾ JDU നിസ്സഹായമായ ഒരവസ്ഥയിൽ മറ്റൊരു ഗത്യന്തരമില്ലാതെ, മറ്റ് രാഷ്ട്രീയ പോംവഴികളില്ലാത്ത സാഹചര്യത്തിൽ മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുകയും ശത്രുതകളെല്ലാം മറന്ന് BJPക്കെതിരെ ഒന്നാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. ഇക്കാര്യം പ്രാദേശിക തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ തലത്തിൽ ഇതൊരു പൊളിറ്റിക്സായി ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് മുൻകൈ എടുക്കുമോ? ഇനി അഥവാ അത്തരം നീക്കങ്ങൾ ഉണ്ടായാൽ തന്നെ അത് സാധ്യമാകുന്ന തരത്തിൽ ആണോ ഇപ്പോഴത്തെ അവസ്ഥ?
ഇന്ത്യ രാജ്യത്ത് ജനസംഖ്യ കൊണ്ടും പാർലമെന്റിലേക്കുള്ള സീറ്റിന്റെ എണ്ണം കൊണ്ടും രണ്ടാമത്തെ സംസ്ഥാനമായിട്ടാണ് ബീഹാർ നിൽക്കുന്നത്. അപ്പോൾ വളരെയധികം പ്രാധാന്യം ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തമാണ്. UP-യിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ശ്രീമതി മായാവതിയുടെ നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായ BSP കൊണ്ട് BJP-യുടെ ഈ താണ്ഡവത്തെ തടയിടാം എന്നുള്ളൊരു അസസ്മെൻ്റ് ആയിരുന്നു. ആ അസസ്മെൻറ്റിൻ്റെ സാങ്കത്യം നിലച്ചുപോയി. അത് വിജയകരമായില്ല എന്ന് മാത്രമല്ല, എല്ലാം തട്ടിമാറ്റി BJP അവിടെ അതിശക്തമായ ഒരു തിരിച്ചുവരവെന്ന് പറയാൻ പറ്റില്ല, അതിശക്തമായ ഒരു നില അവിടെ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീഹാറിൽ ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. ബീഹാറിൽ BJP-യോടൊപ്പം നിന്ന് കുറെക്കാലമായി ഫൈറ്റ് ചെയ്ത് കൂടെ നിന്ന ശ്രീ നിതീഷ് കുമാർ അവരുമായി തെറ്റിപ്പിരിഞ്ഞ് തിരഞ്ഞെടുപ്പിൽ സ്വന്തമായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ആ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് തന്നെ മറ്റിതര സെക്യുലർ പാർട്ടീസ്, ഒരു മതേതര പാർട്ടികളുമായി യോജിച്ച ഒരു മുന്നേറ്റം BJP-യെ തടയാൻ തയ്യാറാണ് എന്ന് അവരുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ആ ഒരു നിർദ്ദേശത്തിൻ്റെ നേതൃത്വം കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസിനെ കൊണ്ട് അത്തരമൊരു ദൗത്യം ഉണ്ടാക്കിയെടുക്കണം. കാരണം BJP-യുടെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയത്തെ തടയിടാൻ രാജ്യത്തെ എല്ലാ മതേതര കക്ഷികളും യോജിക്കണമെന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇപ്പോൾ വളരെ പെട്ടെന്ന് ബീഹാറിൽ രൂപപ്പെട്ടു വരുന്നത് കാണാൻ സാധിക്കുന്നു. അത് ഉപയോഗപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് ആ ഉത്തരവാദിത്വം നിറവേറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്. മീഡിയ വണ്ണിന്റെ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് റഷീദുദ്ദീൻ കൂടി ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. റഷീദുദ്ദീൻ, മോഡിയുടെ പേരിൽ NDA സഖ്യം വിട്ട് JDU വരുമ്പോൾ നിതീഷ് കുമാർ കണ്ണുവച്ചിരുന്നത് അദ്ദേഹത്തോടൊപ്പമുള്ള കുറുമി കുര്യ വിഭാഗത്തിന് പുറമെ 17% വരുന്ന മുസ്ലിം വോട്ടുകളിലും ഏതാണ്ട് 30% വരുന്ന പിന്നാക്ക വിഭാഗങ്ങളിലുമാണ്. ഈ വോട്ടുകൾ സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് ബീഹാറിൽ? ഗോപികൃഷ്ണൻ, ബീഹാറിൽ യഥാർത്ഥത്തിൽ മതേതര വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആയിരുന്നോ ജനതാദൾ യുണൈറ്റഡ് BJP-യിൽ നിന്ന് വേർപെട്ടു വന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരം നൽകാൻ JDU-വിന് കഴിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം, പുറത്തു വന്ന സമയത്തും JDU പറഞ്ഞുകൊണ്ടിരുന്നത് അദ്വാനിയെ പിന്തുണക്കാൻ തയ്യാറാണ്, പക്ഷെ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദവിയിൽ ഒട്ടും ഒരു നിലയിലും തങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുകൊണ്ട് തന്നെ ആ സംസ്ഥാനത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാലു പ്രസാദ് യാദവ് മറുഭാഗത്ത് 1991 LK അദ്വാനിയെ സമസ്തിപൂരിൽ അറസ്റ്റ് ചെയ്യുകയും ഡൽഹിയിലേക്ക് കയറ്റിവിടുകയും ചെയ്തതും രഥയാത്ര തടഞ്ഞതും മറ്റുമായ വാദങ്ങൾ ഇപ്പോഴും റാലിയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ സ്വന്തം മതേതരത്വം തെളിയിക്കുന്നതിനു വേണ്ടി ലാലു പ്രസാദ് യാദവ് ഇപ്പോഴും അദ്വാനിയുടെ രഥയാത്ര തടഞ്ഞതാണ് വലിയ ഒരു വിഷയമായി ഉന്നയിക്കുന്നത് എന്നിരിക്കെ അദ്വാനിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷണം തങ്ങൾക്ക് സ്വീകാര്യമാണ് എന്നും മോഡി മാത്രമാണ് പ്രശ്നം എന്നുമുള്ള മട്ടിൽ ഒരു സംസാരം JDU-വിന്റെ അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ JDU-വിന്റെ മതേതരത്വം അല്ലെങ്കിൽ വലിയൊരളവോളം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ കുറച്ച് മുസ്ലിങ്ങൾ JDU-വിന്റെ ഒപ്പം നിൽക്കുകയും എന്നാൽ വലിയൊരു വിഭാഗം കൂടുതലും ലാലു പ്രസാദ് യാദവിനെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെയോ വിശ്വസിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു എന്നുള്ളതായിരുന്നു സംസ്ഥാനത്തെ